ഹലോ, ഇന്ന് നല്ലൊരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈ കേക്ക് കണ്ടാൽ ആരെങ്കിലും പറയുമോ ഇത് ഓവണും ഗ്യാസിലൊന്നും അല്ലാതെ വിറകടുപ്പിൽ ബേക്ക് ചെയ്തെടുത്ത കേക്കാണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതെ, ഇത് വിറകടുപ്പിൽ ബേക്ക് ചെയ്തെടുത്ത ഒരു അടിപൊളി പ്ലം കേക്കാണ്. കൂടാതെ കേക്കിൻ്റെ ടൂൾസ് ഒന്നുമില്ലാതെ മിക്സിയുടെ ജാറിൽ ബാറ്റർ തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്ത കേക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് റെസിപ്പി നോക്കിയാലോ. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. പ്ലം കേക്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പഞ്ചസാര ഉരുക്കിയെടുക്കലാണ്. ഞാനതിനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ ഈ കേക്കിലേക്ക് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് പഞ്ചസാരയാണ്. ആ 1 ഗ്ലാസ് പഞ്ചസാര അളന്ന് മാറ്റി വെച്ചു. അതൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പകുതി പഞ്ചസാര മാത്രമേ നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതുള്ളൂ. ബാക്കി പഞ്ചസാര നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ പകുതി പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തീയൊന്ന് കമ്മിയാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉരുകോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര ഒരു സൈഡിൽ നിന്നും അലിഞ്ഞു തുടങ്ങി വരുമ്പോൾ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ വശത്തേക്കും ഒരുപോലെ എത്തുന്ന വിധത്തിൽ ഒന്ന് എല്ലാ ഭാഗത്തെയും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം സിമ്മിൽ തന്നെ ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു പത പോലെ വന്നിട്ട് നടുവിൽ വന്നിട്ട് മൂടും. അതാണ് ഇതിൻ്റെ പരുവം. ആ പരുവത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ അളന്ന് മാറ്റി വെച്ച അതേ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി, ഉണക്കമുന്തിരിയും ജെറിയുമാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച പകുതി പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ബട്ടർ പേപ്പർ ഇട്ടിട്ട് ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിലേക്ക് മൈദപ്പൊടി തൂത്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ നേരത്തെ എടുത്ത് മാറ്റി വെച്ച പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് അളന്നെടുക്കാം. ഞാനിവിടെ അരിപ്പയിലേക്ക് നേരത്തെ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തെ പൊടികളും ചേർത്തിയിട്ട് നല്ലപോലെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇതിലെ കട്ടകളുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളഞ്ഞിട്ട് ഇതുപോലെ 3 തവണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, നനവില്ലാത്തൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ജാറിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ കേക്ക് നന്നാവില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഞാനിവിടെ പതപ്പിച്ചെടുത്തു. അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ പകുതി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി പതപ്പിച്ചെടുത്തിട്ട് ബാക്കിയുള്ള പഞ്ചസാര പൊടി കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ പഞ്ചസാര അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരൊറ്റ കറക്കം കറക്കിയാൽ മതിയാവും. കുറച്ച് നേരം അധിക നേരം ഇട്ട് കറക്കരുത്. അതൊന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് അത് ഒരു പാത്രത്തിലേക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത പഞ്ചസാരയുടെ മിക്സാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറിയ മിക്സാണ്. ഇതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ
ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 3 തവണ കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കിയെടുക്കാൻ സ്പാച്ചുല ഇല്ലെങ്കിൽ സാധാ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിയാലും മതി. സ്പാച്ചുല വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് പതുക്കെ ഒന്ന് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നല്ലപോലെ കുത്തി ഇളക്കാതിരിക്കുക. പതുക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരേ വശത്തേക്കായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നട്ട്സ് കേക്കിൻ്റെ അടിയിലേക്ക് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തോലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരിക്കലും തട്ടി കൊടുക്കാൻ പാടില്ല. പകരം സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ അടുപ്പൊന്ന് കത്തിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് തട്ടിട്ട് കൊടുത്തതിൻ്റെ മുകളിലായിട്ട് കേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ മൊത്തം 40-45 മിനിറ്റോളം എനിക്കിത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. അതുകൂടി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കേക്കിൻ്റെ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കേക്കിൻ്റെ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.